നമ്മൾ ആർക്കെങ്കിലും ഒരു കത്ത് എഴുതി അതിനൊരു മറുപടി ലഭിച്ചാൽ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ കഥ പറയുകയാണ് മലപ്പുറം അരിമ്പ സ്വദേശി ഷഹീദ്. കാരണം ഷഹീദ് കത്തെഴുതിയത് മറ്റാർക്കുമല്ല, മഹാനടൻ മമ്മൂട്ടിക്കാണ്. മമ്മൂട്ടിയുടെ ശ്രദ്ധയിൽ കത്ത് പെട്ടു എന്ന് മാത്രമല്ല, കത്തിന് മറുപടിയും എഴുതി മമ്മൂട്ടി. സെറിബ്രൽ പാൾസി ബാധിതനായ ഷഹീദിന് മമ്മൂട്ടിയായിരുന്നു എക്കാലത്തെയും പ്രിയപ്പെട്ട സിനിമാ താരം. മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായെത്തിയ പേരമ്പ് സിനിമ കണ്ടതോടെ ആരാധന ഇരട്ടിയായി. അങ്ങനെയാണ് കുറെ നാളത്തെ ആലോചനകൾക്ക് ശേഷം മമ്മൂട്ടിക്ക് കത്തെഴുതാൻ തീരുമാനിച്ചത്. അത് ഉറങ്ങി ജീവിച്ചപ്പോൾ തോന്നിയ ഒരു ആലോചനയുണ്ട്, അല്ലാതെ പ്ലാൻ ചെയ്തിട്ടോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണ് മമ്മൂക്കൊക്കെ കത്തെഴുതുന്നു. അത് മമ്മൂക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, മമ്മൂക്ക പെൻസിൻ്റെ മെഗാസ്റ്റാറിപ്പം എന്ന് പറയുന്ന കുറച്ച് ചെക്കന്മാർ ഒരു ഗ്രൂപ്പാണ്. അതിൽ പ്രൊവൈഡ് ചെയ്ത് ഫലീനിയാഫ് എന്ന് പറയും, നമ്മളെ ചമയങ്ങൾ സുൽത്താനൊക്കെ ചെയ്തിട്ടുള്ളത്. എത്തി മൂപ്പര് മമ്മൂക്കൊക്കെ പ്രൊവൈഡ് ചെയ്ത് വിളിച്ചു. മൂപ്പര് ആരെന്നെ വിളിച്ച് മമ്മൂക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും പറയാൻ പറ്റൂല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മൂപ്പര് എനിക്ക് വിളിച്ച് വാട്സപ്പ് ഓപ്പണാക്കി ഒരു ഇതുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെസ്സേജാണ്. കത്തിന് മമ്മൂട്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ഷെയ്ദിൻ്റെ വീഡിയോ ഉണ്ട്, നന്നായിട്ടുണ്ട്. ഈ സെറിബ്രൽ പാൾസി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിഷമിച്ചിരിക്കുകയോ പിന്നോക്കം പോകുകയൊന്നും ചെയ്യരുത്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റാത്തുള്ളൂ, ബാക്കി ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നല്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, വീഡിയോ ചെയ്യും, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയുക. നമുക്ക് മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവില്ലേ ഷഹീദിന്, അതൊക്കെ പറയുക, ആളുകളൊക്കെ കാണട്ടെ, നമുക്കും പലതും പറ്റുമെന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കണം. സന്തോഷമായിട്ടിരിക്കുക, ഒരിക്കൽ ഇൻഷാ അല്ലാഹ് കാണാം. ഓക്കെ. അത് തുറന്നപ്പം കയ്യും കാലും തൊണ്ടിയും വലിച്ചു പോയി. കാരണം ചെറുപ്പം മുതൽ കേൾക്കുന്ന ആ ഒരു ഒച്ച അല്ലെങ്കിൽ ആ ഒരു ശബ്ദം എന്നോട് സംസാരിക്കും. അല്ലെങ്കിൽ മൂപ്പര് കുറച്ച് ടൈം എനിക്ക് മാറ്റി വെച്ചു. അങ്ങനെ ആണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. മഹാഭാഗ്യമാണ്. വലിച്ചോനോട് നന്ദി അറിയും. കാലിക്കറ്റ് സർവകലാശാലയിലെ ഡിഗ്രി പഠനത്തിന് ശേഷം നിലവിൽ PG പഠനത്തിലാണ് ഷഹീദ്. ഒപ്പം സിനിമാ തിരക്കഥയെഴുത്തും PSC ജോലിക്കുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. നിരവധി വർഷത്തെ ചികിത്സയ്ക്കൊടുവിലാണ് ഇപ്പോഴുള്ള നിലയിൽ നടക്കാനും ഇരിക്കാനുമൊക്കെ ഷഹീദിനായത്. നിശ്ചയദാർഢ്യമാണ് ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടതെന്നാണ് ഷഹീദ് നമ്മോട് പറയുന്നത്. വിഘ്നേഷ് പെരുവള്ളൂരിനൊപ്പം ഷബീർ ഉമർ, മീഡിയ 1, മലപ്പുറം.